നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നിങ്ങൾ സംഗീതം പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, തുടങ്ങിയതുള്ളത്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പം പഠിക്കാത്തവർക്കാണേലും ഒക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്, മനോരമ സംഗീതം എങ്ങനെയാണ്, അതെന്താണ്, അതെങ്ങനെയാണ് പാടുന്നത്, എങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മനോരമ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം എഴുതി ഉണ്ടാക്കി പാടരുത്. രാഗവിസ്താരവും സ്വരം പാടലും ഒക്കെ ഈ മനോരമത്തിൽ പെടുന്ന. അപ്പം നമുക്ക് പിന്നെ അത് നമ്മൾ പതുക്കെ ക്രിയേറ്റ് ചെയ്തേ നമ്മൾ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുള്ളൂ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, നമുക്കിപ്പോൾ എങ്ങനെ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. ഇപ്പം ഹംസധ്വനി രാഗമായിക്കോട്ടെ. ഹംസധ്വനി രാഗമാണെങ്കിൽ നമ്മളിപ്പം ഗരി സ നി സ രി ഗരി രി സ നി ഇങ്ങനെയുള്ള വർണ്ണം ഉണ്ടല്ലോ. ജ ല ജ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർണ്ണങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോരമ സ്വരം പാടാനും രാഗം വിസ്തരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു വർണ്ണം പഠിച്ച് പോവുക എന്നുള്ളതല്ല അതിൻ്റെ അകത്ത് കാര്യം. അപ്പം അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം നമുക്കിപ്പം മനോരമം അല്ലെങ്കിൽ രാഗം വിസ്തരിക്കാൻ നിങ്ങൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വർണ്ണം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർണ്ണത്തിൽ കൂടി തന്നെ നമുക്ക് ഹംസധ്വനി രാഗം നമുക്ക് വിസ്തരിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങാം. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഗരി സ ഇങ്ങനെയല്ലേ തുടങ്ങുന്നേ. നി സ രി ഗ രി രി സ നി. അപ്പോൾ ഇത്രയും സംഗതിയാണ് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാതെ അപ്പോൾ ആ രീതിയിൽ തന്നെ, ആ വർണ്ണം പഠിച്ച രീതിയിൽ തന്നെ പോരണ്ട. പക്ഷേ ആ സ്വരങ്ങൾ അത് തന്നെ ആ രീതിയിൽ നമുക്ക് ഇടയ്ക്ക് ക്യാപ്പൊക്കെ കൊടുത്ത് കേട്ടോ. അപ്പോൾ ആ വർണ്ണം പോലെ തന്നെയാണ്, പക്ഷേ ആ റൂട്ട് തന്നെയാണ് നമ്മൾ പാടുന്നത്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ചില ക്യാപ്പുകളൊക്കെ കൊടുത്ത് നിർത്തി അതിൻ്റെ ഒരു സ്വഭാവം അങ്ങ് മാറ്റുക, അതിൻ്റെ ഒരു ഭാവം അങ്ങ് മാറ്റുക. ഗരി സ നി സ രി ഗ രി സ നി സ ടി സ ന സ രി സ നി പ. അങ്ങനെ ആ സാധനം കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ, അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതുപോലെ തന്നെ ആ വർണ്ണത്തിൻ്റെ ആ റൂട്ട് തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് ഓരോ സ്വരങ്ങൾക്കും ദീർഘങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ ഓരോ സ്വരങ്ങൾ സാവകാശം നിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ലൈൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് രാഗം വിസ്തരിച്ച് വിസ്താരം നമുക്ക് പതുക്കെ പഠിച്ചെടുക്കാം. അതിന് മനോരമ സ്വരവും നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഗ ഗ രി സ സ രി ഗ രി സ നി സ നി രി സ നി സ രി ഗ രി സ രി സ സ നി പ നി സ രി രി ഗ. കേട്ടോ. ഗ രി സ സ സ. നമുക്ക് ജണ്ടപരിശൊക്കെ ആയിട്ട് നമുക്ക് സ സ നി സ രി സ നി സ രി ഗ. ഒത്തിരി സ്വരങ്ങളൊന്നും എടുക്കരുത്, ഒരു 3-4 സ്വരങ്ങൾ എടുക്കാവുള്ളൂ. ഗ രി രി ഗ രി സ സ രി രി ഗ രി സ നി സ രി രി സ സ സ നി പ നി സ രി രി ഗ രി രി ഗ രി രി
രേ രേ സ സ ഉണ്ടോ, രേ രേ സ സ സ നി സ നി രി രി നി സ രി ഗ ഗ ഈ ഗ രി സ നി പ. അപ്പോൾ ആ താഴത്തെ പഞ്ചമം, ആ പഞ്ചമം താഴത്തോട്ട് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ഗ രി സ നി, ഈ 4 സ്വരം നമുക്ക് എടുത്താൽ മതി നിങ്ങൾക്ക്. അപ്പോൾ ഗ രി രി ഗ ഗ രി രി ഗ രി രി സ രി രി സ നി സ നി സ നി രി നി സ രി ഗ കേട്ടോ, ഗ രി രി ഗ ഗ ഗ രി 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 ഗ ഗ രി 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 സ സ രി രി ഗ സ രി രി നി സ നി സ നി രി സ രി സ ഗ കേട്ടോ നി. അപ്പോൾ സ്പീഡ് ആക്കരുത്, സ്പീഡ് ആക്കാതെ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യണം. പക്ഷേ ആദ്യമേ പറയട്ടെ, നമുക്ക് ശകലം ക്ഷമ വേണം, പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സും വേണം. ആ ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിലും, ആ ഒരു ക്ഷമയുണ്ടെങ്കിലേ, അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കച്ചേരി കേട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ ശീലിച്ച് സ്വരങ്ങൾ വരണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താളത്തിലേക്കൊക്കെ വരാം. ഇപ്പം ആദാപിക്കുമ്പോൾ ഗരി സരി സരി ബി, അപ്പോൾ ഇത് സ്പീഡാവും. ഗരി രി ഗ ഗരി രി സനി സരി ഗരി സനി സരി ഗരി രി ഗരി സനി സരി ബ രി രി ഗരി രി ഗരി രി ഗ ഗരി രി സ സ സരി സ സരി സ സരി രി സ സനി സരി ഗ ഗരി സനി സരി ഗരി സനി സ ഗരി ഗ ഗരി രി സനി സരി ബ. അപ്പോൾ ഈ 4 സ്വരങ്ങൾ വെച്ച് നമുക്ക് എന്തെങ്കിലും നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാമെന്നറിയോ? രി 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 ഗ ഗ ഗ രി 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 സ സ സ നി 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 സ സ നി സ രി 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 നി സ രി ഗ ഗ ഗ ഗ രി രി ഗ ഗ രി രി സ സ രി ഗ രി രി സ സ സ നി സ രി പ ഗ രി രി സ സ രി സ ഗ രി ഗ സ രി സ നി സ നി രി സ രി ഗ. അപ്പോൾ ഇതുപോലെ നമുക്ക് അത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 4 സ്വരേ നമുക്കുള്ളൂ. ഈ 4 സ്വരത്തെ വെച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കണം. അങ്ങനെ ആയിരിക്കണം ഏത് രാഗം നിങ്ങൾ പാടുവാണേലും. അതുതന്നെ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം നിങ്ങൾ പഠിച്ചിരിക്കുന്ന രാഗം ഏതാണെന്ന് നോക്കുക. മായാമളോ, മോഹനോ, ഹംസധ്വനിയോ, ഇങ്ങനെ ഏതെങ്കിലും പഠിച്ചിരിക്കുന്ന രാഗങ്ങളെ മാത്രമേ നിങ്ങൾ ഈ ഒരു ഭാഗം ചെയ്യാവുള്ളൂ. പിന്നെ കൂടാതെ നിങ്ങൾ ഏത് രാഗമാണോ ചെയ്യണമെങ്കിൽ ആ രാഗത്തിൻ്റെ വർണ്ണം നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് ഈ ഒരു ഭാഗം ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല നമ്മൾ വരിശകൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. വരിശകൾ മാത്രം ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ മേലെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ നമുക്ക് രാഗഭാവങ്ങൾ കിട്ടുകയും ആ രാഗത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളൊക്കെ നമുക്ക് കിട്ടും. ആ രാഗം ഇടുന്ന ടച്ച് ചെയ്യാം. അപ്പോൾ ആ വർണ്ണം പഠിക്കുക. നിങ്ങൾ മാക്സിമം വർണ്ണം പഠിക്കണം. സംഗീതം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം വർണ്ണം പഠിച്ചിട്ട് വർണ്ണം പഠിക്കും തോറും ആ വർണ്ണം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക. കാരണം ആ രാഗത്തെ നമ്മൾ വർണ്ണിക്കുക. ആ വർണ്ണിച്ചിരിക്കുന്ന ആ രാഗം വർണ്ണിച്ചിരിക്കുന്ന നമ്മൾ പഠിക്കുക. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് മനോരമ സ്വരം നമുക്ക് ഒരിക്കലും വരത്തില്ല. നമ്മളിങ്ങനെ പതുക്കെ പാടി എടുത്താൽ മാത്രമേ വരുള്ളൂ. പിന്നെ സംഗീതം പഠിക്കാത്തവരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ കേൾക്കുക. നിങ്ങൾ ഈ രാഗവിസ്താരം ഇങ്ങനെയൊക്കെ സ്വരങ്ങളൊക്കെ പാടുന്നതും നിങ്ങളത് കേട്ടും പതുക്കെ അങ്ങനെ പതുക്കെ മൂളി നോക്കുക. നിങ്ങൾക്ക് കാരണം ചിലപ്പോൾ സ്വരങ്ങൾ പാടാൻ പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണെങ്കിൽ ഇപ്പം ഗരി ഗരി ഗ സ, അപ്പോൾ ആ പാടുന്ന എന്നാന്നുള്ളത് നിങ്ങൾ മുൻകാരം ചെയ്ത് നോക്കുക. എന്നിട്ട് ഹമ്മിങ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പാടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് സംഗീതം നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പാടാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ സ്വരം ആയിക്കോട്ടെ പാടിക്കൂ. കാരണം സ്വരങ്ങളുടെ പൊസിഷൻ മാറിപ്പോരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനോരമ സംഗീതം നമുക്ക് വശത്താക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി. അല്ലാണ്ട് ഇത് നമുക്ക് എഴുതി ഉണ്ടാക്കി പഠിക്കുകയോ അല്ലെങ്കിൽ കേട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യരുത്. കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റേജ് പോയി, അല്ലെങ്കിൽ നമ്മുടെ ആ പ്രോഗ്രാം നമുക്ക് പോയി. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് അന്നേരം വരുന്ന ആ രീതി നമുക്ക് കൈവശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സുഖമായിട്ട് നമുക്ക് പാടാം. എവിടെ വെച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് തെറ്റത്തില്ല. എങ്ങനെ വെച്ചാലും നമ്മൾ 4 കാലം നിൽക്കും.
അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക, പാടി പഠിച്ചെടുക്കുക. അല്ലാണ്ട് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരോട് അത് രാഗം വിസരിക്കാനും പിന്നെ മനോർമ്മം കീർത്തനം പാടിയിട്ട് മനോർമ്മം പാടാനും ഒന്നും എഴുതി ചോദിക്കുകയോ എഴുതി പഠിക്കുകയോ ചെയ്യരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. അത് നിങ്ങൾ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാണ് നിങ്ങൾക്ക് വരണമെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് പാടാൻ സാധിക്കും. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.